ഹലോ, ഞാൻ ആതിര. എല്ലാവർക്കും ലൈഫ് മേക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ പെറ്റൂണിയെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ നിന്ന് പെറ്റൂണിയ പ്ലാന്റ്സ് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മേടിക്കുന്നവർക്കും ഒരുപാട് സംശയങ്ങളുണ്ട്. അല്ലാതെ എൻക്വയറീസ് ആയിട്ട് വരുന്നതും ഇതെങ്ങനെ വളർത്തിയെടുക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ഇത്രയും പൂക്കളുണ്ടാവുക, നല്ല ഹെൽത്തി ആയിട്ട് എങ്ങനെയാണ് നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംശയങ്ങളും ഇതായിട്ട് വരുന്നുണ്ട്. കോളായിട്ടും മെസ്സേജായിട്ടും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള ഒരു മറുപടി ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ പൊതുവായിട്ട് ആളുകൾ ചോദിക്കുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെറ്റൂണിയ പ്ലാന്റ് ക്ലൈംബിംഗ് ആണോ അതല്ല ഹാങ്ങിങ് പ്ലാന്റ് ആണോ എന്നാണ്. അപ്പോൾ അത് ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടം അനുസരിച്ച്, നമ്മുടെ മനസ്സിൻ്റെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മളെ പെറ്റൂണിയ ചെടിയെ വളർത്താവുന്നതാണ്. പക്ഷേ എനിക്ക് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു ഇതിലെന്ന് വെച്ചാൽ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടമെന്ന് വെച്ചാൽ ഹാങ്ങിങ് ആയിട്ട് പ്ലാന്റ് വളർത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസിലൊക്കെ കണ്ടു കാണും, ആ ഹാങ്ങിങ് ആയിട്ട് പെറ്റൂണിയ പ്ലാന്റ് കിടക്കുന്നതിൻ്റെ ഒരു ഭംഗി നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ പലരും ഹാങ്ങിങ്സ് ആയിട്ട് വളർത്തുന്നുണ്ട്, ചിലർ നല്ല രീതിയിൽ ക്ലൈംബിംഗ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വളർത്തുന്നുണ്ട്. അതൊക്കെ ഓരോ മനസ്സിൻ്റെ ഇഷ്ടങ്ങൾ. പിന്നെ നിങ്ങൾക്കറിയാലോ, ഇത് ഒരു പ്ലാന്റിലെന്ന് പറയുന്ന ഒരു 100 കണക്കിന് പൂക്കളാണ്. നമ്മൾ വളർത്തുന്നതനുസരിച്ച് ഒരു 100-ലേറെ പൂക്കളെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം, ഒരു 5-6 പ്ലാന്റ് ഒരുമിച്ച് അടുപ്പിച്ച് നമ്മൾ നിരത്തി ഹാങ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഒരു കർട്ടൻ, ചെടികളും പൂക്കളും കൊണ്ടൊരു കർട്ടൻ എന്ന രീതിയിൽ തന്നെ നമുക്കൊരു 5-6 പ്ലാന്റ് അടുപ്പിച്ചിട്ട് കഴിയുമ്പോൾ ആ ഒരു ഫീലുണ്ടല്ലോ, ഒരു പ്രത്യേക ഒരു ഫീലാണ്. നമ്മുടെ വീടിൻ്റെ നമ്മൾ സിറ്റൗട്ടിലെ എൻട്രൻസ് ഭാഗത്തൊക്കെ ഇത് അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഭാഗത്ത് നമ്മളിങ്ങനെ ചെറിയ ഷീറ്റൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ഈ പെറ്റൂണിയസ് ആണ് ഇങ്ങനെ അടുപ്പിച്ചിടുന്നതെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി പറയാതെ തന്നെ അറിയാം. അപ്പം നമ്മുടെ ഈ പെറ്റൂണിയ എന്ന് പറയുന്നത് വേവ് പെറ്റൂണിയ വിഭാഗത്തിൽപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ വീടിൻ്റെ മുറ്റത്ത് കുറച്ച് ഹൈറ്റിലൊക്കെ നമ്മൾ ഈ പ്ലാന്റ് നട്ടാലും അത് ഇങ്ങനെ താന്ന് വളർന്ന് താഴെ മുട്ടിയിട്ട് ഒരു തിരമാല പോലെ കിടന്ന് നല്ലൊരു ഭംഗിയിൽ നമുക്ക് വീട്ടുമുറ്റം ഭംഗിയാക്കാൻ സാധിക്കും. അപ്പോൾ അടുത്തൊരു സംശയം എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൊപ്പഗേഷനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഈ വേവ് പെറ്റൂണിയസിനകത്ത് സീഡ്സ് ഉണ്ടാവുന്നില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ കട്ടിങ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കട്ടിങ്സ് വെക്കുമ്പോഴാണ് അതിൽ നിന്ന് എനിക്ക് കുറച്ച് പ്ലാന്റായിട്ട് എനിക്ക് പിടിച്ച് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ സ്റ്റെം കട്ടിങ് ആണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു സംശയം എന്ന് വെച്ചാൽ പെറ്റൂണിയ പ്ലാന്റ് സെയിൽ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. അപ്പം നിങ്ങൾക്കറിയാം എൻ്റെ കയ്യിൽ ഈ ഒരു കളർ, അപ്പോൾ ഈ കളർ പ്ലാന്റ് മാത്രമാണ് ഞാനിപ്പോൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സീഡ്ലിങ്സ് തൈകളായിരുന്നു ഞാനിപ്പോൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും തൈകൾ കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ കുറേ പേര് എൻ്റെ അടുത്ത് മെച്ചുറായിട്ടുള്ള പ്ലാന്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ മെച്ചുറായിട്ടുള്ള പ്ലാന്റ് തയ്യാറാക്കിയിട്ട് കൊറിയർ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പം ഈ പ്ലാന്റ് നിങ്ങൾക്ക് മെച്ചുർ എന്ന് പറയുമ്പോൾ ഈ വലിയ പ്ലാന്റാണ് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. നിങ്ങൾക്ക് സേഫായിട്ട് പ്ലാന്റ് കിട്ടത്തക്ക രീതിയിലുള്ള പ്ലാന്റ് സൈസിലുള്ള നഴ്സറി പോട്ടിലുള്ള പ്ലാന്റാണ്, ഫ്ലവറിങ് ആവാറായുള്ള പ്ലാന്റാണ് ഞാനിപ്പോൾ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരുപാട് വലിയ പ്ലാന്റ്സൊക്കെ എനിക്ക് അയക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നല്ല രീതിയിൽ കിട്ടണമെന്നില്ല. അപ്പോൾ ആ ഒരു സേഫായിട്ട് കിട്ടത്തക്ക രീതിയിലുള്ള പ്ലാന്റ് സൈസാണ് ഞാനിപ്പോൾ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്ലാന്റിൻ്റെ സൈസും റേറ്റും എന്നൊക്കെ പറഞ്ഞത് വാട്സപ്പ് നമ്പറിൽ ഞാൻ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അതൊന്ന് നോക്കുക കേട്ടോ. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നൊരു കാര്യമാണ്, പ്ലാന്റ് എങ്ങനെ ഇത്ര ഹെൽത്തി ആയിട്ട് വളർത്തുന്നത്, പിന്നെ എങ്ങനെ ഇത്ര ധാരാളമായിട്ട് പൂക്കളുണ്ടാകുന്നത് എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാം, ഞാൻ ഒരു രാസവളവും നമ്മളെ പെറ്റൂണിയ പ്ലാന്റിന് യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ നടുമ്പം തന്നെ അതിൻ്റെ അടിവളമായിട്ട് കുറച്ച് വളങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താണ് പ്ലാന്റ് നടുന്നത് കേട്ടോ. അതിൻ്റെ തന്നെ പ്രധാനമായിട്ട് ആ ഒരു കാര്യമേ ഉള്ളൂ, ആ നടുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നടുമ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേപ്പിൻ പിണ്ണാക്ക്. ഞാൻ ഒരുവിധം ചെടികളായാലും പച്ചക്കറികളായാലും എല്ലാം പോട്ട് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഒന്നാണ് വേപ്പിൻ പിണ്ണാക്ക്. അപ്പോൾ വേപ്പിൻ പിണ്ണാക്ക് യൂസ് ചെയ്യും. പിന്നെ നല്ല ഉണങ്ങിയ ചാണകപ്പൊടി എടുക്കാറുണ്ട്. അപ്പോൾ ഈ ഉണങ്ങിയ ചാണകപ്പൊടി എന്ന് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ പച്ചപ്പുള്ള ഉണങ്ങാത്ത ചാണകപ്പൊടിയാണെങ്കിൽ അതിനകത്ത് നമ്മുടെ ഈ ചെല്ലി ആവുമ്പോഴുള്ളൊരു പുഴു ഉണ്ടല്ലോ, അതിൻ്റെ ലാർവ, അത് കാണാറുണ്ട്. അപ്പോൾ അത് ചെറിയ മുട്ട കിടന്നാലും മതി, അതങ്ങ് വലുതായിട്ട് നമ്മളെ ചെടികൾ നമ്മൾ അറിയുന്നില്ല. ചെടി നമ്മൾ മണ്ണിനകത്ത് എന്താണെന്ന് നടക്കുന്നതെന്ന് കാര്യങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല. അപ്പോൾ അതിൻ്റെ എത്ര വലിയ വേരാണെങ്കിൽ പോലും നമ്മൾ ഈ ചെല്ലിയുടെ പുഴു ഇരുന്നിട്ട് മൊത്തം തിന്ന് നശിപ്പിക്കാറുണ്ട്. അപ്പോൾ ഞാനത് പ്രധാനമായിട്ട് പറയുന്നത് വെച്ചാൽ എൻ്റെ 3-4 പ്ലാന്റ്സിലെല്ലാം എനിക്ക് ഈ ഒരു പ്രശ്നം പറ്റി. പെറ്റൂണി മാത്രമല്ല മറ്റ് കുറച്ച് ചെടികളിലും എല്ലാം ഈ ഒരു പ്രശ്നം പറ്റി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നല്ല ഉണങ്ങിയ ഫൈനായിട്ടുള്ള ചാണകപ്പൊടി വേണം നമ്മൾ പോട്ട് ചെയ്യാൻ നേരത്തെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചാണകപ്പൊടിയും അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കും പിന്നെ മണ്ണും മണലും കൂടി മിക്സ് ചെയ്ത്, ഇത് ഇത്രയും കൂടി മിക്സ് ചെയ്താണ് ഞാൻ നമ്മുടെ പെറ്റൂണിയ പ്ലാന്റ് നടാറുള്ളത്.
അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് എല്ലുപൊടിയൊക്കെ മിക്സ് ചെയ്യാമെന്ന് വെച്ചാൽ കൃഷികളൊക്കെ ചെയ്യുമ്പോൾ കാണുമല്ലോ കയ്യിൽ എല്ലുപൊടി. അപ്പോൾ നിങ്ങൾക്ക് നിർബന്ധമില്ല ആ സാധനം ഇടണമെന്ന് നിർബന്ധമില്ല. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച്, അത് അളവിൽ കുറച്ച് വേണം, ചൂടാണ്. അപ്പോൾ കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം എല്ലുപൊടി. അപ്പോൾ ഇത് മാത്രം ഇട്ടാണ് പോട്ട് ചെയ്യുന്നത്. പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കുറച്ചൊന്ന് ഗ്രോത്ത് ആവുന്ന വരേക്കും ഞാൻ സത്യം പറഞ്ഞാൽ അതിനകത്ത് വേറെ വളം ഒഴിച്ചു കൊടുക്കാറില്ല. അതൊന്ന് നല്ലപോലെ റൂട്ട് ഡെവലപ്പ് ആവുന്ന വരേക്കും വേറെ വളങ്ങളൊന്നും ഒഴിച്ച് ഡിസ്റ്റർബ് ചെയ്യാറില്ല. അപ്പോൾ പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് മാസത്തിൽ 1-2 തവണയൊക്കെ ആയിരിക്കും കേട്ടോ. അതിൻ്റെ സമയം അനുസരിച്ചിട്ടായിരിക്കും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വെച്ചാൽ ഗോമൂത്രം നല്ലപോലെ നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ചെയ്യുന്നത് പച്ചച്ചാണകം, അതും വെള്ളത്തിൽ ഇട്ട് പുളിപ്പിച്ച് എടുത്തിട്ട് നല്ലപോലെ നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ 2 സാധനങ്ങൾ ഒഴിച്ചു കൊടുക്കുമ്പോഴും നമ്മൾ അതിൻ്റെ ചുവട്ടിൽ തട്ടാതെ, പ്ലാന്റിൻ്റെ ചുവട്ടിൽ തട്ടാതെ വേണം നമ്മളെപ്പോഴും ഒഴിച്ചു കൊടുക്കാനായിട്ട്. മൂട്ടിലോട്ട് തട്ടി ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നാണ് ഇതിനകത്ത് ചീയൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചീഞ്ഞ് പോകും. അപ്പം അകറ്റി നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ മാസത്തിലോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴോ വേപ്പിൻ പിണ്ണാക്കും കൂടി കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ട് ആ വെള്ളം, അതിൻ്റെ നേർത്ത വെള്ളം എടുത്തിട്ട് നമ്മൾ ചെടികളിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മറ്റ് രോഗങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടും. അപ്പോൾ ഈ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എൻ്റെ പ്ലാന്റ്സിന് വളമായിട്ട് നൽകാറുള്ളത്. അപ്പോൾ അത് നല്ലപോലെ ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഞാൻ ചെയ്തിരിക്കുന്ന ഡയറക്റ്റ് സൺലൈറ്റിലാണ് ഞാൻ ഈ പ്ലാന്റ് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നല്ല ഡയറക്റ്റ് സൺലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഞാൻ ഈ വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെയും നല്ലപോലെ ഇതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ചെയ്യും, ധാരാളം പൂക്കൾ വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ പിന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വീട്ടിൽ സെയിലുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ വീട്ടിൽ സെയിൽ ചെയ്യുന്നില്ല, ഓൺലൈൻ സെയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോഴത്തെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല. അതുകൊണ്ട് തന്നെ വീട്ടിൽ സെയിലില്ല. 1-2 പേര് മാത്രമല്ല ചോദിക്കുന്നത്, ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വീട്ടിൽ വന്ന് പ്ലാന്റ്സ് കളക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പെറ്റൂണിയ പ്ലാന്റ്സൊക്കെ മേടിച്ചുകൊണ്ട് പോയിട്ട്, പെറ്റൂണിയ മാത്രമല്ല കേട്ടോ, എല്ലാ പ്ലാന്റ്സും മേടിച്ചുകൊണ്ട് പോയതിന് ശേഷം ആൾക്കാർ അപ്ഡേറ്റ് ആയിട്ട് ഫോട്ടോസ് ഇട്ട് തരാറുണ്ട്. കിട്ടിയതിന് ശേഷം അവർ ഫോട്ടോസ് ഇട്ട് തരാറുണ്ട്, പാക്കിങ് കിട്ടിയതിന് ശേഷം ഇട്ട് തരാറുണ്ട്. അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ വളർച്ച, ആദ്യം പൂ വരുന്നത് അല്ലെങ്കിൽ ഒരു കൊമ്പ് വരുന്നത്, ഇതൊക്കെ എനിക്ക് അപ്ഡേറ്റഡ് ആയിട്ട് ഫോട്ടോസ് ആൾക്കാർ ഇട്ട് തരാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു നമ്മളെ കയ്യിൽ വെച്ച് വളർത്തിയൊരു സാധനം നമ്മൾ കൊടുത്തിട്ട് അവർക്ക് നല്ല പോലെ പിടിച്ച് കിട്ടി അവരുടെ സന്തോഷം നമ്മളുമായിട്ട് പങ്കുവെക്കുമ്പോൾ ഉള്ള ആ ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. അത് പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടാറ്റാ.